കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. 110 വർഷം മുമ്പാണ് ഇവിടെ നിന്ന് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ആദ്യത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ. 1965 കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസ് ആരംഭിച്ചത്. അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രിയദർശിനി പദ്ധതി ഈ സർക്കാർ നടപ്പാക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടുകൂടി സർക്കാരിന്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. ഗവൺമെന്റ് KSRTCയുടെ ഓർഡിനറി ബസ് ഉള്ളത് അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ്. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. വലിയ അലൂമിനിയം പാത്രവുമായി മത്സ്യ വിപണനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ നഗരങ്ങളുടെ അപ്പുറത്ത് നിന്ന് ഈ നഗരത്തിലേക്ക് ഹോം മെയ്ഡായി ഫ്ളാറ്റുകളിലും വില്ലകളിലും 3-4 ഫ്ളാറ്റുകളിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. വിദ്യാർത്ഥിനികൾ, തൊഴിലെടുത്ത് ജീവിക്കുന്ന എത്രയോ പാവം സ്ത്രീകളാണ്. പലരും എന്നോട് പറഞ്ഞു, കണക്ക് കൂട്ടി പറഞ്ഞു, സാർ ഇത്രയും രൂപ ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു ദിവസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും? ആ പണം എന്ത് ചെയ്യണം? ഒരു സ്ത്രീ എന്നോട് ഉപദേശം ചോദിച്ചു. എന്താ? അപ്പൊ എനിക്ക് ധനകാര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അന്ന് മന്ത്രിയാവുമെന്നും മുഖ്യമന്ത്രിയാവുന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു KSFEയിൽ ചിട്ടി കൂടിയാൽ മതിയെന്നു. ഇപ്പൊ എനിക്ക് തോന്നി നല്ല ഉപദേശമായിരുന്നു. ഇപ്പോ KSFE എന്റെ വകുപ്പിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു സേവിങ്സ് അവർക്ക് എന്തെങ്കിലും കാര്യത്തിന്, ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹത്തിന് ഈ തുക മാറ്റിവെക്കാം. എങ്ങനെയുണ്ടാ? 800 കോടിയാണ് ഒരു വർഷം സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നത്. 800 കോടി രൂപ KSRTCക്ക് കൊടുക്കുകയാണ്. അല്ലാതെ KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി നിങ്ങൾ കൊടുത്തോ എന്നല്ല പറയുന്നത്. പക്ഷേ എനിക്ക് ഗതാഗത മന്ത്രിയെ കുറിച്ച് ഒരു ആത്മവിശ്വാസമുണ്ട്, അവരുടെ ടീമിനെ കുറിച്ച്. കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ പൈസ ഒന്നും വേണ്ട എന്ന് ഗവൺമെന്റിനോട് പറയും, ധനകാര്യ വകുപ്പിനോട്. അവരുടെ ആ ടീം അത് നന്നായി ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. KSRTCയുടെ വരുമാനം അവർ വർദ്ധിപ്പിക്കും, ഒരു സംശയം വേണ്ട. ഈ പണം നമ്മുടെ കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടും. ഈ പണം പല കാര്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടും. പല രീതിയിൽ ടാക്സായും അല്ലാതെയുമായി മണി സർക്കുലേഷന്റെ ഭാഗമായി ഇത് തിരിച്ചു വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. പിന്നെ ഉത്കണ്ഠ. ഒന്ന്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുകൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്, സ്വാഭാവികമാണ്. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ എന്നൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ ഇനി മുതൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരല്ല, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിലൊന്നും ആത്മഹത്യ ചെയ്തതാ. കാരണം ട്രാൻസ്പോർട്ട് ബസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പാവപ്പെട്ടവരെ കൊണ്ടുപോകുന്നത് സ്വകാര്യ ബസ്സുകളാണ്. പണ്ടൊക്കെ വലിയ മുതലാളിമാരാണ് എന്ന് നമ്മൾ പറയും, ബസ് മുതലാളി. ഇപ്പൊ ഇല്ല. ഇപ്പൊ ബസ് മുതലാളിയായിട്ട് വീട്ടിലിരുന്ന ബസ് വേറെ വഴിക്ക് പോകും. ഒന്നുകിൽ കണ്ടക്ടറായിട്ട്, അല്ലെങ്കിൽ ചെക്കറായിട്ട്, അല്ലെങ്കിൽ ക്ലീനറായിട്ട് വണ്ടി കയറണം മുതലാളി കൂടി. ആ ഒരു കാലമാണ്. ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ല, പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ. ട്രാൻസ്പോർട്ട് ബിസിനസ് നല്ല ക്രൈസിസിലാണ്. ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അവർക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം കൂടി ഈ സർക്കാർ ഉണ്ടാക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് നൽകുന്നു. ഓ,
എന്നാ പിന്നെ പേടിക്കണ്ട. ഇപ്പൊ കൊച്ചിയിലെക്കാരനാണ് ഞാൻ. കൊച്ചിയിലെ ഹൈക്കോടതിയിൽ ഒരു 2000 വക്കീലന്മാർ വരുന്നുണ്ട്. 2000 കാറുമായിട്ടാണ് ഇവർ വരുന്നത്. അതിന്റെ ആവശ്യമില്ല. അയ്യേ അതെങ്ങനെയാ ശരിയാവുന്നത്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മികച്ചതാണെങ്കിൽ വക്കീലിന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ, ഡോക്ടർക്ക്, എഞ്ചിനീയർക്ക്, ജീവനക്കാർക്ക് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഏത് ഡെസ്റ്റിനേഷനിലും പോകുന്ന ഒരു പൊതു ഗതാഗത സംവിധാനം ഉണ്ടെങ്കിൽ അവർ ഈ വണ്ടി എടുക്കില്ല. അത് ശരിയാ, അത് ശരിയാ. അപ്പൊ നമ്മുടെ ഈ നഗരങ്ങളിലെ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അർബൻ പ്ലാനിങ്ങും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറിച്ചും ഈ ഗവൺമെന്റ് ഗൗരവതരമായി ആലോചിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. ആ സ്വകാര്യ മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഈ ഒരു പദ്ധതി കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി നികത്താനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഒരു സെക്ടറും തളരാൻ പാടില്ല. ഒരു സെക്ടറും. തളരുന്ന സെക്ടറിനെ താങ്ങി നിർത്തുകയാണ് ഗവൺമെന്റിന്റെ ജോലി. കണ്ടുപഠിക്കണ ഈ സംസ്കാരം. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ, നീ മഹാനാ. മൂന്നാമതൊരു കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവര് ഭയങ്കരമായ പ്രതിഷേധമാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറയാം. ഞാൻ ഒരു പുരുഷ വിരോധി ഒന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവര് യാത്ര ചെയ്യുമ്പോ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ചു പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ. കുറച്ചെങ്കിലും ഡീസന്റ് ആവുന്നേ പ്ലീസ്. മോശമായി പോയിട്ടോ. ഭയങ്കര മോശമായി പോയി. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. എന്തോടും ഒരു സന്തോഷം കൂടിയുണ്ട്. ആദ്യം ഈ ബസ് യാത്ര ചെയ്യുമ്പോ ഇതിലെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളാണ്. എടാ ഭയങ്കര, അത് കലക്കി. മാത്രമല്ല ഗതാഗത വകുപ്പിൽ ഒരു വനിതയാണ് സെക്രട്ടറി. ചുമതലയേറ്റ ഒരു വനിതാ സെക്രട്ടറി ആദ്യം ഉത്തരവിടുന്നത് ഇതാണ്. അത് കലക്കി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഈ പരിപാടിയിൽ ഈ പദ്ധതി കൂടിയാ മൊത്തം അങ്ങ് സ്ത്രീകൾ ടേക്ക് ഓവർ ചെയ്തേക്കുക. അങ്ങനെ ആകട്ടെ, ഇനിയുള്ള കാലവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ അഭിമാനത്തോടുകൂടി, നിറയുന്ന കണ്ണുകളോടുകൂടി ഞാൻ ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായി സമർപ്പിക്കും. അപ്പൊ കാണാം. സി യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.